നമ്മുടേത് ഒരു ജനാധിപത്യ സംവിധാനമുള്ള രാജ്യമാണ്. ഒരു ജനാധിപത്യ സംവിധാനമുള്ള രാജ്യത്ത് ഒരു പുരുഷനും ഒരു സ്ത്രീക്കും നിയമം അനുശാസിക്കുന്ന നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതികൾ അനുസരിക്കുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാനുള്ള അർഹതയുണ്ട്, ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മളുടെ ഈ ജീവിക്കാനുള്ള അർഹത അല്ലെങ്കിൽ ജീവിക്കാനുള്ള അവകാശം ഭേദഭാവത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രത്യേക വിഭാഗങ്ങൾക്ക് മാത്രം, അല്ലെങ്കിൽ പുരുഷന് മാത്രം, അല്ലെങ്കിൽ സ്ത്രീക്ക് മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്നത്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഒരു പുരുഷൻ അവൻ്റെ പ്രായം 20 ആകാം, 30 ആകാം, 40 ആകാം, 21 ശേഷം എത്രയാണെങ്കിലും അവൻ്റെ പ്രായമായാൽ അവന് ഏത് പ്രായമുള്ള ഒരു സ്ത്രീയെ വേണമെങ്കിലും വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാനുള്ള അവകാശവും അതിനുള്ള സംരക്ഷണവും അതിനുള്ള നിയമ സംവിധാനവും നമ്മുടെ വ്യവസ്ഥിതിയിലുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ വ്യവസ്ഥിതിയിൽ പുരുഷനും സ്ത്രീക്കും തുല്യമായിട്ടുള്ള നിയമാവലികളാണ് നമ്മളുടെ ഭാരതത്തിലുള്ളത്. പക്ഷേ ഇവിടെ സഫിയ എന്ന് പറഞ്ഞ 62 വയസ്സുള്ള ഒരു സ്ത്രീ 23-കാരനായ ഒരു ചെറുപ്പക്കാരനെ ചില പ്രത്യേക സാഹചര്യങ്ങളാൽ വിവാഹം കഴിക്കേണ്ടി വന്നപ്പോൾ എന്തുകൊണ്ടാണ് അവരുൾപ്പെടുന്ന സമൂഹം അവരുടെ മുന്നിലേക്ക് വാളും പരിചയമായി വരികയും അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുകയും അവരെ ഒരു സ്ത്രീ എന്ന നിലയിൽ അവഹേളിക്കുകയും അവരെ ഒരു ചീത്ത സ്ത്രീ എന്ന രീതിയിൽ അവരോധിക്കുകയും ചെയ്തത്? അത് തുല്യനീതി, അവിടെ ഒരു തുല്യനീതി വരുന്നില്ലല്ലോ. ഒരു പുരുഷന് ഇതേ സമയം ഒരു പുരുഷൻ 60 വയസ്സുള്ള ഒരു പുരുഷനാണെങ്കിൽ അവന് 20 വയസ്സോ 21 വയസ്സോ 22 വയസ്സോ ഈവൻ അതിൽ ചെറിയ പ്രായമുള്ള പെൺകുട്ടികളെ പോലും വിവാഹം കഴിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ ഒന്നല്ല രണ്ടല്ല, ഇപ്പം ചില പ്രത്യേക സമുദായത്തിലോ ഒന്നിലധികം ഭാര്യമാരെയൊക്കെ വിവാഹം കഴിക്കുവാനുള്ളവർക്ക് അവരെ സംരക്ഷിക്കുവാനുള്ള അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അത് അനുവദനീയമാണ്. പക്ഷേ അതൊരു സ്ത്രീയുടെ കാര്യം വരുമ്പോൾ എന്തുകൊണ്ട് അവൾ ഒരു അഭിസാരികയാകുന്നു, അല്ലെങ്കിൽ അവരൊരു ചീത്ത സ്ത്രീയാകുന്നു, അല്ലെങ്കിൽ അവർ വേണ്ടാത്തതിന് തുനിഞ്ഞ് ഇറങ്ങുന്നു എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യമായിട്ട് വരികയും അവരുടെ ജീവിതത്തിൻ്റെ സ്വൈര്യത നശിപ്പിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് ഈ ഷാനവാസിൻ്റെയും സഫിയുടെയും ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവർ എന്തിനാണ് അത് ചെയ്തതെന്നും പൊതുസമൂഹം തീർച്ചയായിട്ടും അറിയേണ്ടതായിട്ടുണ്ട്. ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ ഈ അധ്യായം തീർച്ചയായിട്ടും നിങ്ങൾ കാണുവാനായി ശ്രമിക്കുക. നന്ദി, നമസ്കാരം. അത് തന്നെയുമല്ല, ഇതൊരു വലിയ ഒരു സാമൂഹിക വിഷയത്തിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്ന വിഷയമാണ്. ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ രണ്ട് വ്യക്തികളുടെയോ